ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും വെക്കേഷൻ മൂഡിലായിരിക്കും എന്നറിയാം. എൻജോയ് യുവർ വെക്കേഷൻ. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ടേം 1 എക്സാമിനെ കുറിച്ച് മറക്കരുത്. നമുക്കധികം മാസങ്ങൾ ഇനി അതിനില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചെയ്ത പ്രീവിയസ് വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അവിടെ നമ്മൾ നാഷണൽസ് യൂറോപ്പ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില MCQs ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണെങ്കിലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെയിം ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ചില പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. നമുക്കറിയാം, നമുക്ക് സാധാരണ സോഷ്യൽ എക്സ്പെക്ട് ചെയ്യാവുന്ന MCQ എന്ന് പറയുന്നത് ഒന്ന് സാധാരണ നോർമൽ MCQ, അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻ തരുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 4 ഈവന്റ് തരാം, അത് ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് ഓർഡറിലാക്കണം. ഫോർ എക്സാമ്പിൾ ദണ്ഡി മാർച്ച്, ജാലിയൻ വാലാബാഗ്, റൗലറ്റ് ആക്ട്, അതുപോലുള്ള ചില ഈവന്റ് ഓർഡറിലല്ല തന്നിട്ട് അപ്പോൾ നിങ്ങളവിടെ ഇയേഴ്സ് അറിഞ്ഞിരിക്കണം. അതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ടും ഇത്തരം ക്വസ്റ്റ്യൻസ് വരാം. അതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കോംപ്രിഹെൻഷൻ, ഒരു പാസേജ് തന്നിട്ട് അതിന്ന് വരാവുന്ന ചില ക്വസ്റ്റ്യൻസ്. അതോടൊപ്പം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഒരു പിക്ചർ തന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ഓപ്ഷൻ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത്തരം ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഓൺലി ഫ്രം ദ ചാപ്റ്റർ നാഷണലിസം ഇൻ യൂറോപ്പ്. അപ്പോൾ ഇത്തരം പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സാധാരണ എക്സ്പെക്ട് ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെ ആയിരിക്കും. അല്ലാതെ പുറത്തുനിന്ന് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പിക്ചേഴ്സിന്റെ ഡീറ്റെയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇതാണ് ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ലേഡി അവിടെ വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. തൊട്ടടുത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ചില റോയൽ സിംബൽസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു സ്കള്ള് കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു റോയൽ, ഇതിന് സ്കെപ്ചർ എന്നാണ് പറയുന്നത്, അതുപോലെ ക്രൗണ് കാണുന്നുണ്ട്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഈ പിക്ചറിന്റെ പേരെന്ന് പറയുന്നത് ഫാളൻ ജർമേനിയ എന്നാണ്. ഫാളൻ ജർമേനിയ. ഈ പിക്ചർ വരച്ചിരിക്കുന്നത് ജൂലിയസ് ഹബ്നർ ആണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ദ പെയിന്റഡ് ഡെപ്പിക്റ്റഡ് ജർമേനിയ. നിങ്ങൾക്കറിയാം ഇത് ജർമേനിയ ആണെന്ന് ഓർക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ആദ്യം വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഇത് ഈ വീഡിയോ കാണുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാം ജർമ്മനിയുടെ അലഗറി എന്ന് പറയുന്നതാണ് ജർമേനിയ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ജർമേനിയ വീണ് കിടക്കുന്നതായിട്ടാണ്. സോ ദ പെയിന്റഡ് ഡെപ്പിക്റ്റഡ് ജർമേനിയ ആസ് എ ഫാളൻ വിമൻ വിത്ത് എ ക്രൗൺ ആൻഡ് സ്റ്റാൻഡേർഡ് ത്രോൺ എസൈഡ് ബിക്കോസ് ജർമ്മൻ പീപ്പിൾ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടെന്ന് വിചാരിക്കുന്നു. 1848 റവല്യൂഷൻ. അവിടെ എന്താ ഉണ്ടായത്? ലിബറൽസ് എല്ലാം ചെന്നിട്ട് ആ സമയത്ത് അവിടെ കിങ് ആയിരുന്ന അല്ലെങ്കിൽ മൊണാർക്കായിരുന്ന കിങ് ഫ്രെഡറിക് വില്യം ഫോറിനോട് അവരെന്ത് റിക്വസ്റ്റ് ചെയ്തു? അവരുടെ എല്ലാവരുടെയും ഒരു രാജാവായിരിക്കാനും അതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കായിരിക്കാൻ അവർ ഈ വില്യം ഫോറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി റിജക്റ്റഡ് ദ റിക്വസ്റ്റ്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തതോടുകൂടി എന്താ അവിടെ ഉണ്ടായത്? പീപ്പിൾസ് ഹോപ്പ് ടു ബി യുണൈറ്റഡ് അണ്ടർ വൺ മൊണാർക്ക് വേർ ഡാഷ്ഡ്. അവര് അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്ത് അദ്ദേഹം റിജക്റ്റ് ചെയ്തത് കാരണം ആ ഒരു യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയാണ് അവിടെ തകർന്നത്. അപ്പോൾ അതിന്റെ ഒരു പിക്ചറായിട്ട്, അതിനെ പിക്ചറൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പിക്ചർ അവിടെ വരച്ചിരിക്കുന്നത്. സോ അവിടെ ഫാളൻ ജർമേനിയ എന്ന് പറയുന്നവർ ഡിപ്പെക്ട് ചെയ്തിരിക്കുന്നത് ആ പീപ്പിൾസിന്റെ ഹോപ്പ് തകർന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കിങ് മൊണാർക്കായിരുന്നാലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ വരട്ടെ വിചാരിച്ചിട്ടാണ് അവർ റിക്വസ്റ്റ് ചെയ്തത് ആരോട്? കിങ് വില്യം ഫോറിനോട് ടു ബി ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക്. അപ്പോൾ ഇതാണ് ആ ഒരു പിക്ചറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. 2 കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ പേര് ഫാളൻ ജർമേനിയ എന്നാണ്. ഈ പിക്ചർ വരച്ചിരിക്കുന്നത് ജൂലിയസ് ഹബ്നർ ആണ്. ഇതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പിക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഹിസ് ഇമേജസ് ബൈ ജൂലിയസ് ഹബ്നർ? ഡിഫീറ്റ് ഓഫ് ഒട്ടോ ആൻഡ് ബിസ്മാർക്ക്, ദ ഫാളൻ ജർമേനിയ, സ്ലീപ്പിംഗ് ലേഡി, നൺ ഓഫ് ദ ബോത്ത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദി ഫാളൻ ജർമേനിയ. ഇനി സെക്കൻഡ് പെയിന്റിങ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് അവിടെ മരിച്ചെടുക്കുന്നത് കാണാൻ പറ്റും, ഒരുപാട് ഇഞ്ചേർഡ് പീപ്പിളിനെ കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് സ്ത്രീകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഒരു വാർ ഫീൽഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു ഹോഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ പിക്ചറിന്റെ ഡീറ്റെയിൽസ്. ഈ പിക്ചറിന്റെ പേര് ദി മസാക്ക് അറ്റ് ചിയോസ് എന്നാണ്. ദി മസാക്ക് അറ്റ് ചിയോസ്. ഇത് വരച്ചിരിക്കുന്നത് ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള യൂഗൻ ഡെലാക്രോയ്സ് ആണ്. യൂഗൻ ഡെലാക്രോയ്സ്. ഇയർ 1824, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് ഈ പിക്ചറിലെ ഡീറ്റെയിൽസ് നോക്കാം. ദിസ് ഹ്യൂജ്, ഇത് വളരെ വലിയൊരു പെയിന്റിംഗ് ആയിരുന്നു. അതിന്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഹ്യൂജ് പെയിന്റിംഗ് depicts an incident in which 20,000 Greeks have been killed by Turks on the island of Chios.
അതായത് ചിയോസ് എന്ന് പറയുന്ന ഐലൻഡിൽ 20,000ഓളം ഗ്രീക്കുകാരെ തുർക്സ് അല്ലെങ്കിൽ ടർക്സ് കൊന്നു കളഞ്ഞു. ആ ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബൈ ഡ്രമാറ്റൈസിംഗ് ദ ഇൻസിഡന്റ്, സഫറിംഗ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആൻഡ് യൂസിംഗ് വിവിഡ് കളേഴ്സ് ആൻഡ് ക്രിയേറ്റ് സിമ്പതി ഫോർ ദി ഗ്രീക്സ്. അപ്പോൾ ഈ പിക്ചറിലൂടെ ഈ ഒരു പെയിന്റ് യൂഗൻ ഡിലാക്രോയ്സ് നമ്മളോട് പറയുന്നത് അദ്ദേഹം ആ ഒരു ആളുകളോട്, മുറിവേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആളുകളുടെ സിമ്പതിയാണ് അദ്ദേഹം ഒരു പിക്ചറിലൂടെ അവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ ബേസ് കൊണ്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഐഡിയ ഈസ് ബെസ്റ്റ് എക്സ്പ്രസ് ഇൻ ദിസ് ഇമേജ്? റൊമാൻറ്റിസിസം, നാഷണലിസം, റവല്യൂഷൻ, കൺസർവേറ്റിസം. ഏതായിരിക്കും? ഇത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റൊമാൻറ്റിസിസം ആണ്. എന്താ കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എല്ലാം എഴുതുന്നത് എന്തിനെ കുറിച്ചായിരുന്നു? അവർ എഴുതുന്ന സയൻസിനെ കുറിച്ചല്ല, റാഷണൽ തിങ്കിങ്ങിനെ കുറിച്ചല്ല, മറിച്ച് ദേ ഓൾ റോട്ട് അബൌട്ട് ഹ്യൂമൻ ഫീലിങ്സ്. ഇവിടെ പ്രത്യേകം പറഞ്ഞല്ലോ ഇവരോടുള്ള സിമ്പതിയാണ് ഈ പെയിന്റർ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിമ്പതി എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് വൺ ഓഫ് ദി ഹ്യൂമൻ ഫീലിങ്സ് അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റൊമാൻറ്റിസിസമാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പിക്ചർ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ അൽമനാക്കിന്റെ പിക്ചർ. അൽമനാക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഏർലി വേർഷൻ ആയിരുന്നു ഈ അൽമനാക്ക് എന്ന് പറയുന്നത്. വീക്സ് അറിയാനും ഡേയ്സ് അറിയാനും മന്ത്സ് അറിയാനും അതുപോലെ മൂണിൻ്റെയും സണ്ണിൻ്റെയും ഒക്കെ റൈസിങ് ടൈം അറിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കലണ്ടർ പോലെ സംഭവമായിരുന്നു അൽമനാക്ക് എന്ന് പറയുന്നത്. ഒരു ജർമ്മൻ അൽമനാക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചർ ഒന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ 9th ഗ്രേഡിൽ നിന്ന് പഠിച്ച ഒരു സംഭവത്തിൻ്റെ ഒരു പിക്ചർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും അത്? ഇവിടെ ഒരു ഫോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ആ ഫോർട്ട് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊന്നുമല്ല, നിങ്ങൾ 9th നിന്ന് പഠിച്ച സ്റ്റോമിംഗ് ഓഫ് ബാസേൽ പോർട്ട് എന്ന ഇൻസിഡന്റ് ആണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ദ കവർ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ കവർ ഓഫ് ജർമ്മൻ അൽമനാക്ക്. ജർമ്മൻ അൽമനാക്ക് എന്ന് പറഞ്ഞ കലണ്ടറിന്റെ കവർ പേജാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻഡ് ബൈ ദ ജേർണലിസ്റ്റ് ആൻഡ്രിയാസ് റബ്മാൻ. ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രിയാസ് റബ്മാൻ ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ 1798. ഡിസ്ക്രൈബ് വിച്ച് ഈവന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റോമിംഗ് ഓഫ് ബാസേൽ ഫോർട്ട്, സിറ്റി ഓഫ് മെയിൻസ്, 2 ബിൽഡിംഗ്സ് ഓഫ് ഫ്രാൻസ്, നൺ ഓഫ് ദ എബോവ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്റ്റോമിംഗ് ഓഫ് ബാസേൽ ഫോർട്ട്. അതായിരുന്നു തേർഡ് പിക്ചർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഈ പിക്ചറിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഒരു റെബല്യസ് മൂഡിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് കാണാൻ പറ്റും, ഒരു ക്രൗഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് സത്യത്തിൽ നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 1830s അതുപോലെ 1840s ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് റവല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. അത് പഠിച്ചതായിരുന്നു യൂറോപ്പിലെ എസ്പെഷ്യലി ഫ്രാൻസിലൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 1830s എന്ന് പറയുന്നത്. മെയിനായിട്ടും ഫാമിൻ അതുപോലെ ഹങ്കർ കൊണ്ടുള്ളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഈവന്റ് ഇൻ ദ ഇമേജ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ ഫ്ലീ ഓഫ് ലൂയി ഫിലിപ്പ് ഇൻ 1840. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ഈ ഒരു ഹങ്കറും ഹാർഡ്ഷിപ്പും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ സമയത്തെ ഫ്രാൻസിലെ മൊണാർക്കായിരുന്ന ലൂയി ഫിലിപ്പ് അവിടുന്ന് നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. ഇനി അപ്പോൾ എന്താണ് ആൻസർ എന്തായിട്ട് വരിക? ഓപ്ഷൻ ഇങ്ങനെയൊക്കെയാണ്. പെസൻസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ലൂയി ഫിലിപ്പിന് അവിടെ നാട് വിട്ട് പോവേണ്ടി വന്നത്? അതാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. പെസന്റ് അപ്രൈസിംഗ്, റവല്യൂഷൻ ഓഫ് ലിബറൽസ്, ഔട്ട്ബ്രേക്ക് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, വാർ ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് പ്രഷ്യ, ഓക്കെ ഇതവിടെ റിപ്പീറ്റ് വന്നതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണ്, പെസൻസ് അപ്രൈസിംഗ്. കാരണം പെസൻസിനെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത്. അങ്ങനെ അവരവിടെ റവല്യൂഷൻ തുടങ്ങുകയായിരുന്നു. അതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പെസൻസ് റവല്യൂഷൻ അല്ലെങ്കിൽ പെസൻസ് അപ്രൈസിംഗ് ആണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൂയി ഫിലിപ്പിന് അവിടുന്ന് നാട് വിട്ട് പോകേണ്ടി വന്നത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, പെസൻസ് അപ്രൈസിംഗ്. ഇനി നെക്സ്റ്റ് പിക്ചർ. ഇവിടെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രീ കാണുന്നുണ്ട്. ഈ പിക്ചറിന്റെ മീനിങ് ഇതാണ്, പിക്ചറിന്റെ പേര് ഇതാണ്, ദി പ്ലാന്റിംഗ് ഓഫ് ട്രീ ഓഫ് ലിബർട്ടി ഇൻ സ്വെൽബ്രുക്കൻ ജർമ്മനി. ജർമ്മനി. എത്രയേ ഉള്ളൂ. ഈ പിക്ചർ വരച്ചിരിക്കുന്ന ആളെ പേര് ഓർത്ത് വയ്ക്കുക, കോൾ കാസ്പർ ഫ്രിറ്റ്സ് എന്നാണ്. ഒരു ജർമ്മൻ പെയിന്റർ ആയിട്ടുള്ള കോൾ കാസ്പർ ഫ്രിറ്റ്സിന്റെ ഒരു ഡ്രോയിങ് ആണ് ദി പ്ലാന്റിംഗ് ഓഫ് ട്രീ ഓഫ് ലിബർട്ടി ഇൻ സ്വെൽബ്രുക്കൻ എന്ന് പറയുന്നത്.
ഇത്രയേ ഉള്ളൂ. ഈ സോയ്ബ്രുക്ക് എന്ന് പറയുന്നത് ജർമ്മനിൽ ഒരു ടൗൺ ആയിരുന്നു. അതെന്ത് ചെയ്തു? ഫ്രഞ്ച് ആർമി അത് ഓക്യുപ്പൈ ചെയ്തു, കോൺകർ ചെയ്തു. അത്ര അതിന്റെ മീനിങ് എങ്ങനെയാണ് വരുന്നത്? ദ സബ്ജക്ട് ഓഫ് ദിസ് കളർ പ്രിന്റ് ബൈ ദ ജർമ്മൻ പെയിന്റർ കോൾ കാസ്പർ ഫ്രിറ്റ്സ് ഈസ് ദി ഓക്യുപ്പേഷൻ ഓഫ് ദി ടൗൺ ഓഫ് സോയ്ബ്രുക്കൻ ബൈ ദി ഫ്രഞ്ച് ആർമി. ഈ സോയ്ബ്രുക്കൻ എന്ന് പറയുന്ന ജർമ്മൻ ടൗണ് ഫ്രഞ്ച് ആർമി കോൺകർ ചെയ്ത് അല്ലെങ്കിൽ ഓക്യുപ്പൈ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പിക്ചർ. ഇത് ആക്ച്വലി യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു പിക്ചറാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന സംഭവം ഇതാണ്. നിങ്ങൾക്കറിയാം ജോസഫ് മസീനി ആൻഡ് ദ ഫൗണ്ടിങ് ഓഫ് യങ് യൂറോപ്പ് ഇൻ ബേൺ 1833. അതായത് മസീനി നിങ്ങൾക്കറിയാം വൺ ഓഫ് ദി സീക്രട്ട് അസോസിയേഷൻ ആയിരുന്നു യങ് യൂറോപ്പ് എന്ന് പറയുന്നത്. ആ യങ് യൂറോപ്പ് ബേൺ എന്ന് പറയുന്ന പ്ലേസിൽ വെച്ച് ഫോം ചെയ്യുന്ന ആ ഒരു കാര്യമാണ്, ആ ഒരു ഇൻസിഡന്റ് ആണ് ഈ പിക്ചറിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പിക്ചർ വരച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജിയാക്കോമോ മാൻഡഗേസ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഫോർമേഷൻ ഓഫ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് യങ് യൂറോപ്പ് ബൈ മസീനി. അത്ര മാത്രമേ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈവന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോളോയിങ് ഇമേജ്? സൈനിങ് ഓഫ് ട്രീറ്റി ഓഫ് വിയന്ന, ഫൗണ്ടിങ് ഓഫ് യങ് യൂറോപ്പ് ഇൻ ബേൺ, ജോസഫ് മസീനി യൂണിഫൈങ് ഇറ്റലി, നൺ ഓഫ് ദ എബോവ്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടിങ് ഓഫ് യങ് യൂറോപ്പ് ഇൻ ബേൺ. ഇനി നെക്സ്റ്റ് പിക്ചർ. ഇത് ഈ ചാപ്റ്ററിന്റെ അവസാന ടോപ്പിക്കിൽ വരുന്നതാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്, അലഗറീസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട്. അതുപോലെ അത് പഠിക്കുന്ന കാര്യമാണ് ഫ്രഞ്ചിന്റെ അലഗറി ഏതാണ്, അതുപോലെ ജർമ്മനിയുടെ അലഗറി ഏതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടാൽ മതി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജർമ്മനിയുടെ അലഗറിയാണ്. അലഗറി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കുക. ജർമ്മനിയുടെ അലഗറി അറിയപ്പെടുന്ന പേരാണ് ജർമേനിയ. ഈ ജർമ്മൻ അലഗറി ആയിട്ടുള്ള ജർമനിയെ ക്രിയേറ്റ് ചെയ്തൊരു ആർട്ടിസ്റ്റാണ് ഫിലിപ്പ് വെയ്റ്റ് എന്ന് പറയുന്നത് ഇൻ 1848. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ ഇത്ര രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഇത് ജർമ്മനിയുടെ അലഗറിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ജർമേനിയ, ഡിസൈൻഡ് ബൈ ഫിലിപ്പ് വെയ്റ്റ് ഇൻ 1848. ഇനി ഇവിടുന്ന് വരാവുന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് ബെസ്റ്റ് സിഗ്നിഫൈസ് ദിസ് ഇമേജ് ഓഫ് ജർമേനിയ? ഹീറോയിസം ആൻഡ് ജസ്റ്റിസ്, folk and cultural tradition, austerity and asceticism, revenge and vengeance. നിങ്ങളത് പഠിച്ചവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ആൻസറാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹീറോയിസവും ജസ്റ്റിസുമാണ് ഈ ജർമ്മനിയുടെ മെയിൻ ഫീച്ചർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഹീറോയിസം ആൻഡ് ജസ്റ്റിസ്. സോ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് വൺ. ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് ബിസ്മാർക്ക് ആണ്. അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ടോപ്പിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ് ബിസ്മാർക്ക് എന്ന് പറയുന്നത്, ഒട്ടോവൻ ബിസ്മാർക്ക്. ഇവിടെ എന്താണെന്ന് കാണുന്നത്, അദ്ദേഹം ഒരു ചാട്ടവാറ ചുഴറ്റിയോടെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കണ്ടത് അറിയാൻ പറ്റി അദ്ദേഹം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂവൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് ഈ പിക്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ്. This caricature depicts Bismarck, he was a chancellor of Germany, as holding a whip, signifying that he is a ruthless man ruling with an iron hand while leading the parliament. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൂഡായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നാണ് ഈ പിക്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് ഓഫ് ബിസ്മാർക്ക് ഈസ് നോൺ ആസ് ദിസ് ഇമേജ്? ഹിസ് ഡെമോക്രാറ്റിക് നേച്ചർ, ഹിസ് വയലന്റ് ആൻഡ് സ്ട്രിക്റ്റ് നേച്ചർ, ഹിസ് സിമ്പത്തറ്റിക് നേച്ചർ, നൺ ഓഫ് ദ എബോവ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ആൻസർ ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഹിസ് വയലന്റ് ആൻഡ് സ്ട്രിക്റ്റ് നേച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതെല്ലാവർക്കും പെട്ടെന്ന് കിട്ടും തോന്നുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതൊരു പാർലമെന്റ് ബിൽഡിംഗ് ആണ്. ഏത് പാർലമെന്റ് ആയിരുന്നു? നമുക്കറിയാം, ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് ഇൻ ജർമ്മനി. ദ ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് ഇൻ ദ ചേർച്ച് ഓഫ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സാധാരണ ഈ ഒരു പാർലമെന്റ് പേര് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് എന്നായിരുന്നെങ്കിലും സാധാരണ ഈ പാർലമെന്റ് മീറ്റിംഗ് എല്ലാം നടക്കാറുള്ളത് ഒരു ചേർച്ചിൽ വെച്ചായിരുന്നു, നോൺ ആസ് ചർച്ച് ഓഫ് സെന്റ് പോൾ. ഇറ്റ്സ് എ കണ്ടംപററി കളർ പ്രിന്റ്. നോട്ടീസ് ദ വിമൻ ഇൻ ദി അപ്പർ ലെഫ്റ്റ്. നമുക്കറിയാവുന്ന സമയത്ത്
വിമൺ ഒരുപാട് റൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈവൻ അവരെ ഗ്യാലറിയിൽ നിന്ന് ഇവരുടെ ഈ പാർലമെന്റ് പ്രൊസീഡിങ്സ് കാണാനുള്ള പെർമിഷൻ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവർക്കവിടെ മെമ്പർ ആവാനൊന്നും ഒരിക്കലും പറ്റിയിരുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് ബെസ്റ്റ് സിഗ്നിഫൈസ് ദിസ് ഇമേജ്? റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറ്റ് ലണ്ടൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ, ദി ഫ്രാങ്ക്ഫുർട്ട് പാർലമെന്റ് ഇൻ ദ ചർച്ച് ഓഫ് സെന്റ് പോൾ, ദി ഹോൾ ഓഫ് മിറേഴ്സ് ഓഫ് വേഴ്സേൽസ്. വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ ഫ്രാങ്ക്ഫുർട്ട് പാർലമെന്റ് ഇൻ ദ ചർച്ച് ഓഫ് സെന്റ് പോൾ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് കുറച്ചുകൂടെ പിക്ചേഴ്സ് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്, നമുക്കത് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.